നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. 2 മണിക്കൂറോളം തലസ്ഥാന നഗരത്തെ യുദ്ധക്കളമാക്കി യൂത്ത് കോൺഗ്രസ് പോലീസ് സംഘർഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിച്ചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റു. അടിക്കാൻ പറ്റുന്നവരൊക്കെ അടിക്കട്ടെ. ഒരു പോലീസിനെ അടിച്ചൊതുക്കാന്ന് ഓർത്തെ, യൂത്ത് കോൺഗ്രസിനെ അടിച്ചൊതുക്കാന്ന് ഓർത്തെ. ഈ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും. ഇവരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കേരള പോലീസ്. കേരള പോലീസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കള്ളക്കടത്ത് നടത്തി, കൊലപാതകം നടത്തി. ചോദിക്കാൻ പറ്റും ഇവനെയൊക്കെ അഭ്യാസോ അജിത് കുമാർ RSSും ഒരു പിണറായികളെ കൂട്ടി കള്ളക്കടത്ത് നടത്തി. മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ആശുപത്രിയിൽ പോകാൻ അബിൻ വർക്കി കൂട്ടാക്കിയില്ല. KPCC അധ്യക്ഷൻ K സുധാകരൻ നേരിട്ട് സമരസ്ഥലത്തെത്തിയാണ് അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആക്രമിച്ച ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നേരിടുമെന്ന് K സുധാകരൻ പറഞ്ഞു. ഞാനിവിടെ ഇതിനകത്ത് പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ പോലീസ് പട്ടാളം വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം ഇവിടെ നിൽക്കില്ല. കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി മർദ്ദിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും, ഞങ്ങൾ എതിർക്കും. ഒരു സംശയവും വേണ്ട. നോയിക്കോ, നിങ്ങൾക്ക് നാളെ മുതൽ നോയിക്കോ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വിവരങ്ങളുമായി സലിം മാലിക് ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, അങ്ങനെ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു, പലയിടങ്ങളിലും പോലീസിന്റെ നടപടിയും. എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം? ഉന്മേഷ്, സംസ്ഥാനത്ത് ഏറെക്കുറെ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചാണ്. അത് വലിയ നാടകീയ രംഗങ്ങൾ കൊണ്ടായിരുന്നു ആ 2 മണിക്കൂർ തലസ്ഥാന നഗരം കടന്നുപോയത്. പ്രത്യേകിച്ചും പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ നമുക്ക് കാണാനിടയായി. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയുടെ തലയ്ക്ക് പരുക്കേറ്റ് അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അത്യന്തം നാടകീയമായിരുന്നു. ആശുപത്രിയിലേക്ക് പോലും പോകാൻ കൂട്ടാക്കാതെ ഈ തലയ്ക്ക് പരുക്കേറ്റ് സാരമായി പരുക്കേറ്റിട്ട് പോലും 1 മണിക്കൂറിലധികമാണ് അബിൻ വർക്കി റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചത്. അത് ഈ ഇടതുപക്ഷക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങളെ മർദ്ദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത് DYFIയുടെ നിർദ്ദേശപ്രകാരമുള്ള മർദ്ദനമാണ് നടത്തിയത് എന്നുള്ളതായിരുന്നു അബിൻ വർക്കിയുടെ ആരോപണം. മാത്രമല്ല, ഈ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ ആദ്യഘട്ടത്തിലുള്ള അക്രമമൊക്കെ കഴിഞ്ഞ് 7 തവണ ജലപീരങ്കി പ്രയോഗിച്ച് അതിനുശേഷം ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ഈ ലാത്തി ചാർജിലേക്ക് പോലീസ് കടന്നതിന് ശേഷം അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റ് അതിനുശേഷം പ്രവർത്തകർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ, ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് സമരസ്ഥലത്ത് നിന്ന് മാറാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടും അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറായതുമില്ല. പിന്നീട് KPCC അധ്യക്ഷൻ നേരിട്ടെത്തിയതിനു ശേഷമാണ് അബിൻ വർക്കിയെ അവിടെ നിന്ന് മാറ്റിയത്. മാത്രമല്ല, ആ ഉദ്യോഗസ്ഥനെയും അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായത്. അബിൻ വർക്കി ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ആരോപണ വിധേയൻ എന്ന് പറയുന്ന ജിജു എന്ന പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഒരു സംഘർഷമായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായത്. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഉന്മേഷ്. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർട്ടിക്കാരായ പോലീസുകാരെ ഉപയോഗിച്ച് സമരങ്ങളെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കന്റോൺമെന്റ് SI ജിജുവിന് CPIM ബന്ധമുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങളിൽ CBI അന്വേഷണത്തിന് തയ്യാറാകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് കന്റോൺമെന്റിലെ ഒരു SI പഴയ DYFIക്കാരൻ ഒരു ജിജുവാണ്. കാരണം CPM നേതാക്കന്മാർക്കെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. നവകേരള സദസ്സിന് എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ്. ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി MLA തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ?
സിക്കിമിൽ വാഹന അപകടത്തിൽ 4 സൈനികർ മരിച്ചു. സൈനിക വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. 300 അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ബൽറാം, ഇത് എങ്ങോട്ടേക്ക് പോയ സൈനിക വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? സിക്കിമിലാണ് സൈനികർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. 4 സൈനികർ മരിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 300 അടി താഴ്ചയിലേക്ക് സൈനിക വാഹനം മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിക്കിമിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് 4 സൈനികർ മരിച്ചു. സിക്കിമിൽ വാഹന അപകടത്തിൽ 4 സൈനികർ മരിച്ചു. സൈനിക വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. 300 അടി താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കിഴക്കൻ സിക്കിമിലെ പക്യോങ്ങിലാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ജലൂക്ക് ആർമി ക്യാമ്പിൽ നിന്നും ദലബ്ചന്ദിലെ മിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവുകയായിരുന്ന സൈനികർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 4 സൈനികരാണ് അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനം റോഡിൽ നിന്നും തെന്നി 700 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അതിൽ 300 അടി താഴ്ചയിൽ വാഹനം പിന്നീട് തങ്ങി നിൽക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. 3 സൈനികർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റൊരാളെ രംഗ്ലിയിലെ ആർമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് എങ്കിലും അവിടെ എത്തി നിമിഷങ്ങൾക്കകം തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ഈ വാഹനം തിരിച്ചെടുക്കുന്നതിനും മറ്റ് അപകടം സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പീച്ചി ഡാം തുറന്നുവിട്ടതിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച എന്ന സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ 72 ഇഞ്ചായി ഉയർത്തിയത് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി. റൂൾ കർവ് പിന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറന്നില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ? ഉന്മേഷ്, കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ഇതുപ്രകാരം പീച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടത്. പക്ഷേ ആ വെള്ളം തുറന്നുവിട്ടതിൽ അശാസ്ത്രീയതയുണ്ടെന്നും ആ അശാസ്ത്രീയത മണലിപ്പുഴയുടെ തീരത്ത് വലിയ രീതിയിൽ വീടുകളിൽ വെള്ളം കയറുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ സബ് കളക്ടർ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വെള്ളം തുറന്നുവിട്ടതിന് ശേഷം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാജി കോണങ്കണ്ടത്ത് ഒരു പരാതി കളക്ടർക്ക് നൽകിയിരുന്നു. ഇതുപ്രകാരം സബ് കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ സുപ്രധാനമായ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. 25 ഇഞ്ച് ഉയർത്താനായിരുന്നു കളക്ടർ അനുമതി നൽകിയത്. പകരം അനുമതിയില്ലാതെ 75 ഇഞ്ചായി ഷട്ടർ ഉയർത്തിയതാണ് ഈ വെള്ളം ഉയരാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വലിയ തോതിൽ വെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി എന്നുള്ളതും പറയുന്നു. 15 മണിക്കൂറിനിടെ 4 ഷട്ടറുകളാണ് ഇത്തരത്തിൽ 72 ഇഞ്ച് വീതം ഉയർത്തിയതെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മണലിപ്പുഴയുടെ തീരത്തുണ്ടായിരുന്ന നിരവധി വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് മുന്നറിയിപ്പ്, ഡാം തുറക്കുന്നതിന് മുൻപുള്ള മുന്നറിയിപ്പ് നൽകുന്നതിലടക്കം ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സബ് കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്മേൽ ഇനി തുടർ നടപടി എന്ത് സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് കളക്ടർ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. സൂരജ് സജി തൃശൂരിൽ നിന്ന്. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകന് കൂടുതൽ ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കി. നികുതി വകുപ്പിന്റെയും സ്റ്റോർ പർച്ചേസ്, പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സിന്റെയും അധിക ചുമതലയാണ് നൽകിയത്. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, അതിലാണ് ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകന് കൂടുതൽ ചുമതല നൽകിയിട്ടുള്ളത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. ധനകാര്യ വകുപ്പിന്റെ ചുമതലകളും അദ്ദേഹമാണ് നിലവിൽ ഇപ്പോൾ നോക്കുന്നത്. അതുകൂടാതെ നികുതി വകുപ്പിന്റെയും സ്റ്റോർ പർച്ചേസ്, പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സിന്റെയും പ്രധാന ചുമതലകളാണത്. അത് അധിക ചുമതലയായി ഇപ്പോൾ എ ജയതിലകന് നൽകിയിട്ടുണ്ട്. കൂടാതെ റീബിൽഡ് കേരള സിഇഒയും എ ജയതിലകൻ തന്നെയാണ്. ഉന്മേഷ്. ഷഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഹോട്ടൽ ജോലിക്കെന്ന് പറഞ്ഞ് റഷ്യയിൽ പോയ സന്ദീപ് പിന്നീട് സൈന്യത്തിൽ ചേരുകയായിരുന്നു. വിവരങ്ങളുമായി സൂരജ് സജ്ജിയുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, വിശദാംശങ്ങൾ. ഓഗസ്റ്റ് 15-ാം തീയതി ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ റഷ്യയിൽ പോയ സന്ദീപ് അവിടെ വെച്ച് കൊല്ലപ്പെടുന്നത്. ഈ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനിടയിൽ ഉക്രൈൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള പോലീസിനടക്കം വിവരം ലഭിച്ചിരുന്നത്. ഇത് പ്രകാരം ഈ മൃതദേഹമടക്കം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ബന്ധുക്കളടക്കം ഇന്ത്യൻ എംബസി അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ ഇതിലൊരു നടപടിയുമായിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് സുരേഷ് ഗോപി ഇന്ന് സന്ദീപിന്റെ വീട് സന്ദർശിച്ചത്. ഹോട്ടൽ ജോലിക്കായിട്ടായിരുന്നു സന്ദീപ് തൃശ്ശൂരിൽ നിന്ന് റഷ്യയിലേക്ക് പോയത്. പക്ഷേ
അവിടെ എത്തിയതിനു ശേഷം റഷ്യൻ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി സൈന്യത്തിൽ ചേർന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ മൃതദേഹം ഉൾപ്പെടെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്തതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ബന്ധുക്കൾ. ഇതിനിടയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കുടുംബത്തെ സന്ദർശിക്കുന്നത്. കുടുംബം മൃതദേഹം മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം സുരേഷ് ഗോപിയോട് പങ്കുവെക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ റഷ്യയിൽ നിരവധി മലയാളികൾ ഇത്തരത്തിൽ സൈന്യത്തിൽ ചേർന്നതിന്റെ ഭാഗമായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കൂടി നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, സൂരസജിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഗിഫ്റ്റ് കൂപ്പൺ വിവാദത്തിൽപ്പെട്ട് തൃക്കാക്കര നഗരസഭ ഓണത്തോടനുബന്ധിച്ച് കൗൺസിലർമാർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ നൽകിയതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. മലപ്പുറം നിലമ്പൂരിൽ റബ്ബർ പുരയ്ക്ക് തീപിടിച്ചു. 300ഓളം റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു. ഹേമ കമ്മിറ്റി ഇഫക്ട് സാൻഡർവുഡിലും ഹേമ കമ്മിറ്റി മാതൃക കന്നഡ സിനിമയിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ മുഖ്യമന്ത്രിയെ കണ്ടു. നടൻ ജയസൂര്യക്കെതിരായ പീഡന പരാതിയിൽ പോലീസ് പരിശോധന. കൂത്താട്ടുകുളം മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ഫാക്ടറിയിലാണ് പരിശോധന. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് VS ചന്ദ്രശേഖരനെതിരെ വീണ്ടും കേസ്. പീഡനക്കേസിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് പുതിയ കേസ്. മുംബൈയിൽ അടൽ സേതു പാലത്തിൽ നിന്ന് ചാടി മലയാളി യുവാവ് ജീവനൊടുക്കി. പുനെയിൽ താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരൻ അലക്സ് റജിയാണ് മരിച്ചത്. കൊല്ലത്ത് കുഞ്ഞിന് മുലപ്പാൽ നൽകാത്തതിന് യുവതിയെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഒടുവിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെയാണ് ചവറ പോലീസ് കേസെടുത്തത്. അരുൺരാജ് കൊല്ലത്തുനിന്ന്. അരുൺരാജ്, വിവരങ്ങൾ. ഉന്മേഷ, ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 2 ദിവസമായി ഈ മുലപ്പാൽ നൽകാത്തതിന് ഈ ഭാര്യയെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ചവറ പോലീസ് കേസെടുക്കുന്നതിൽ അമാന്തം കാട്ടിയിരുന്നു. ഒടുവിൽ ഇന്ന് ഈ വിഷയം 24 വാർത്തയായി പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു. റേഞ്ച് IG അജിത ബീഗം, അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷനും മന്ത്രി R ബിന്ദുവും അടക്കം ഇടപെട്ടതിന് പിന്നാലെയാണ് ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിക്രമിച്ച് കടന്ന ഭാര്യയെ മർദ്ദിക്കുക, അതുപോലെ തന്നെ മനഃപൂർവ്വം ഈ അതിക്രമം ഉണ്ടാക്കുക, സ്ത്രീ പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഭർത്താവ് മഹേഷ്, ഭർത്താവിന്റെ സഹോദരൻ, ഭർത്താവിന്റെ മാതാവ്, പിതാവ് എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചവറ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അരുൺരാജ്, കൊല്ലത്ത് നിന്ന്. കണ്ണൂരിൽ ബേക്കറി ഉടമയെ തട്ടിക്കൊണ്ടുപോയി 9 ലക്ഷം രൂപ കവർന്നെന്ന് പരാതി. ഏച്ചൂർ കമാൽ പീടിക സ്വദേശി PP റഫീഖാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നതിന് മുൻപ് ഒരു പ്രതികരണമുണ്ട് അതിലേക്ക്. ഇവിടെ തന്നെ ഒരു കാറ് വന്ന് അതിൽ 4 പേര് ഇറങ്ങിയിട്ട് പിടിച്ച് വലിച്ച് കാറിലേക്ക് ഇടാൻ കഴിഞ്ഞ് ഭദ്രവാദം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് ഇവിടെ തൊടാൻ പറ്റുന്നില്ല. ഫുള്ള് അമർത്തിയിട്ടും ശ്വാസം മുട്ടിച്ച് ബ്ലഡെല്ലാം വന്ന് മുക്കുന്നു. ഞാനവിടെ സ്ഥലം എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ ഓരോ ഓട്ടോയിൽ കയറി വീട്ടിൽ വന്നിറങ്ങി. വീട്ടിൽ നിന്ന് നേരെ കാറ് കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് പോയി. 9 ലക്ഷം. വിവരങ്ങളുമായി സജോ ദേവസ്യ ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏച്ചൂർ കമാൽപീടിക സ്വദേശിയായ റഫീഖാണ് പരാതിക്കാരൻ. റഫീഖ് ബംഗളൂരുവിൽ ബേക്കറി ബിസിനസ് നടത്തുന്ന ആളാണ്. അവിടെ നിന്നാണ് കടം വാങ്ങിയ പണവുമായി 9 ലക്ഷം രൂപയുമായി നാട്ടിലെ ബാധ്യതകൾ തീർക്കാനായി ബസ്സിന് യാത്ര ചെയ്തത്. പുലർച്ചയോടുകൂടി കണ്ണൂരിലെത്തി. കണ്ണൂരിൽ നിന്ന് ബസ് ഇറങ്ങിയും പുറത്തേക്ക് മാറിയ ഘട്ടത്തിൽ തന്നെ ഒരു കാറിൽ 4 അംഗ സംഘം എത്തുന്നവർ മുഖംമൂടി ധരിച്ചിരുന്നു. അവർ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചു. പിന്നീട് കാപ്പാട് ഭാഗത്ത് വെച്ച് ഉപേക്ഷിച്ചു. കയ്യിലുണ്ടായിരുന്ന ബാഗിലുണ്ടായിരുന്ന പണവും 9 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അത് തട്ടിയെടുത്തു പോയി എന്നാണ് ഇയാൾ പറയുന്നത്. പോലീസ് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. അതേസമയം ആരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നവർ എന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഒരു വ്യക്തതയൊന്നുമില്ല. വാഹന നമ്പർ ഓർമ്മയില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം താൻ ഇങ്ങോട്ട് 9 ലക്ഷം രൂപയുമായി വരികയാണ് എന്ന് തന്റെ ജീവനക്കാരൻ അന്വേഷണം നടത്തി വ്യക്തത വരുത്തേണ്ടതുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, M മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. CPIM-ന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയത്. B ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള 9 പേരും ഈ സമിതിയിൽ തുടരും എന്ന് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഷിഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.